തൃശ്ശൂരിലേക്കൊന്ന് പോയാൽ തൃശ്ശൂരിൽ ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം പുതുതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് ഇടിഞ്ഞിട്ടുണ്ട്. ഇടിഞ്ഞ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ജെയ്സൺ ചമ്പോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഈ അടിപ്പാത ഉള്ള സർവീസ് റോഡാണ് ഇടിഞ്ഞിരിക്കുന്നത്. അവിടെ ഗതാഗത തടസ്സം എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? നിലവിൽ ഗതാഗത തടസ്സം ഇല്ല. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അത്തരത്തിലൊരു ഗതാഗത കുരുക്ക് കാര്യമായിട്ട് ഇല്ലാതിരിക്കുന്നത്. നാളെയൊക്കെ ആയാൽ അത് വർദ്ധിക്കും. റോഡ് നിർമ്മാണം ഇപ്പോൾ അത്യാവശ്യം വേഗത്തിലായിട്ടുണ്ട്. കഴിഞ്ഞ കോടതിയുടെയൊക്കെ വലിയ ഇടപെടൽ വന്ന സാഹചര്യത്തിൽ മാത്രമാണ് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ കരാറുകാരൊക്കെ പതുക്കെ അനങ്ങാൻ തുടങ്ങിയത്. പതുക്കെ പണി ആരംഭിച്ചു. ആ പണി ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഇടിഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ് നേരത്തെ ആ വലിയ വെള്ളം കെട്ടിലേക്ക് കാറ് വീഴുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ സഹിതം നമ്മൾ അന്ന് നൽകിയതാണ്. ഇപ്പോൾ നിലവിൽ ഗതാഗതക്കുരുക്കില്ല, പക്ഷേ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇടിഞ്ഞു വീണ ഭാഗത്ത് വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അരുൺകുമാർ, ഓക്കെ, വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു അല്ലേ? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം തിരക്കിൽ വൈകുന്നേരത്തോടു കൂടി അത് ഒന്ന് പഴയ നിലയിലേക്ക് മാറ്റാൻ കഴിയുമോ? വൈകിട്ടോടുകൂടി ഗതാഗതക്കുരുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ പോലീസിനെ ഈ ഭാഗത്ത് നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ, കോടതിയിലെത്തിയാൽ അപ്പോൾ അപകടകരമായ അവസ്ഥയുണ്ടെന്ന് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്കും കരാറുകാർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് വേഗത കൂടും. നാളെ മുതൽ ടോൾ പിരിവ് തുടങ്ങാനിരിക്കുകയാണ്. വീണ്ടും കോടതിയുടെ നിർദ്ദേശം ഇത്രകാലം ടോൾ പിരിക്കാതിരിക്കുന്നത് സത്യത്തിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും ഇത്രയും കാലം ഒരു മരവിപ്പിച്ച സ്ഥിതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും. എങ്കിൽ പോലും നാളെ രാവിലെ മുതൽ ഈ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുന്നത്, നാളെ രാവിലെ മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അതും കൂടി ശ്രദ്ധയോടുകൂടി ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത്ര നാള് ടോൾ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായ ആളുകൾക്ക് വലിയ സൗകര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെയ്സൺ പറഞ്ഞതുപോലെ നാളെ പോകുന്ന